തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. വാഴ്ത്തുക തൻ ശുദ്ധനാമത്തെ പേർത്തു, പാർത്ഥിവൻ തൻ ഉപകാരത്തെ ഓർത്തു, പാർത്ഥിവൻ തൻ ഉപകാരത്തെ ഓർത്തു. നിന്നകൃത്യം പരലോകയും പോക്കി, തിണ്ണമായ രോഗങ്ങൾ നീക്കി നന്നാക്കി, തിണ്ണമായ രോഗങ്ങൾ നീക്കി നന്നാക്കി. വാഴ്ത്തുക നീ മനമേ എൻ പരനേ, വാഴ്ത്തുക നീ മനമേ. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ KC ബാബു വയന്തല. ദൈവനാമത്തിന് മഹത്വം. ഈ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിന്റെ വചനത്തെ പരിശോധിക്കുവാനും ചിന്തിക്കുവാനും ദൈവം നമ്മെ സഹായിക്കുന്നു. കർത്താവിന്റെ വചനത്തിലേക്ക് തിരിയാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം നാം ഇങ്ങനെ അവിടെ വായിക്കുന്നു: നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽപ്പിച്ചു, അവന് തേജസ് കൊടുത്തുമിരിക്കുന്നു. എത്ര നല്ല വചനം! ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും എത്രയുണ്ട് ഒന്ന് പരിശോധിക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് എത്രയുണ്ട്? നമ്മുടെ പ്രത്യാശയുടെ അളവ് എത്രയുണ്ട്? അതിന്റെ തീക്ഷ്ണത ഒന്ന് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഉദ്ദേശം. പ്രിയ സ്നേഹിത, നിങ്ങളുടെ വിശ്വാസം, രക്ഷിക്കപ്പെട്ട് ദൈവവചനത്തെ ആധാരമാക്കി വിശ്വാസം പുലർത്തുന്ന ഒരു വിശ്വാസിയുടെ അവസ്ഥ അതാണ് അവിടെ പറയുന്നത്. വിശ്വാസവും പ്രത്യാശയും നിറഞ്ഞ ഒരു ഭക്തിയുള്ള ജീവിതം. ആ വിശ്വാസം ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. അത് ദൈവത്തിൽ വെച്ചുകൊള്ളണം. എപ്പോഴും ഒരു നിമിഷം പോലും ആ ദൈവത്തിൽ നിന്നത് മാറി പോകുവാൻ ഇടയാകരുത്. അത് ചുരുങ്ങിപ്പോകുവാൻ ഇടയാകരുത്. ഓരോ ദിവസവും തിരുവചന പാരായണത്തിലൂടെയും തിരുവചന ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും അത് ശക്തിപ്പെടുത്തിക്കൊണ്ടുവരണം. വിശ്വസിക്കണം ദൈവത്തിൽ. എന്റെ ദൈവം എന്നെ പുലർത്തും, എന്റെ ദൈവം എന്നെ ഉയർത്തും, എന്റെ ദൈവം എനിക്ക് കാര്യങ്ങളെ സാധിപ്പിക്കും, എന്റെ ദൈവം എനിക്ക് വേണ്ടി എല്ലാം ചെയ്യും, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന എന്റെ ദൈവം എന്നാണ് ദാവീദ് ദൈവത്തെക്കുറിച്ച് വിളിക്കുന്നത്. അവൻ വിശ്വാസവീരനായി മാറിയത് അതുകൊണ്ടാണ്. പ്രിയ സഹോദര, താങ്കൾക്കും അതുപോലെ ആകാം. താങ്കളുടെ വിശ്വാസം വർദ്ധിക്കും. അത് വർദ്ധിച്ച് വളരെ അത്ഭുതകരമായ പ്രവൃത്തികൾ ഉളവാക്കുവാൻ കഴിയും. പ്രത്യാശിക്കുക യേശുക്രിസ്തുവിൽ, അവന്റെ പിതാവാം ദൈവത്തിലും. അവിടെ വചനം ശ്രദ്ധിക്കുക: നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽപ്പിച്ചു. യേശുക്രിസ്തുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറയുമ്പോൾ ദൈവം പറയാണ്, അത് ദൈവത്തിൽ വെച്ചുകൊള്ളുക നിങ്ങളുടെ ആശ്രയം. അതിനുവേണ്ടിയാണ് ദൈവപുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. അതുകൊണ്ടായില്ല. നോക്കുക, അവന് തേജസ് കൊടുത്തുമിരിക്കുന്നു. അവനെ പിതാവ് ഉയർത്തി അനുഗ്രഹിക്കപ്പെട്ട തേജസ് കൊടുത്തു. അവന് ഗുണങ്ങൾ കൊടുത്തു. അവനെ ഉന്നതമാക്കി. എല്ലാ നാമത്തിലും മേലായ നാമം കൊടുത്ത് അവനെ ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. അവന് മീതെ ഇനി ഒന്നുമില്ല. ഉയർത്തിപ്പിടിച്ച കുരുത്തോല, അതാണ് യേശുക്രിസ്തു. കുരുത്തോലയുടെ മുകളിൽ പിന്നൊരു ഓലയില്ല ഏത് തെങ്ങിനും. അവനൊപ്പം അവൻ മാത്രം, അവനിൽ മുകളിൽ ആരുമില്ല. അവനെ അങ്ങനെ തേജസ് കൊടുത്താക്കി വച്ചിരിക്കുന്നത് നിങ്ങൾ എന്നിൽ വിശ്വസിച്ചു കൊള്ളുക, നിങ്ങളുടെ ആശ്രയം എന്നിൽ വെച്ചുകൊള്ളുക. കർത്താവ് പറഞ്ഞു, എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് ചോദിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും.
പ്രൈസ് ദി ലോർഡ്. എന്റെ പിതാവ് എന്നെ എഴുന്നേൽപ്പിച്ച് ഉയർത്തി ഉന്നതമാക്കി തേജസ് കൊണ്ട് അലങ്കരിച്ച് നിർത്തിയിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ് തേജോമയനായിരിക്കുന്ന ദൈവപുത്രൻ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാം, ഞാൻ എത്ര ധന്യൻ. എന്റെ വിശ്വാസം എന്റെ ദൈവത്തിൽ ഞാൻ വെക്കുന്നു. എന്റെ പ്രത്യാശ ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, അഭിമാനിക്കാം. നമ്മുടെ ദൈവം നമ്മോട് ചെയ്തിരിക്കുന്നത് എത്ര ഉന്നതമാണ്. മാറിക്കൂടാത്ത ഒരു നിയമം അവൻ സ്ഥാപിച്ചു. ക്രിസ്തു ഇനി മരിക്കുന്നില്ല. ക്രിസ്തുവിന് ഇനി മാറ്റം വരുന്നില്ല. അവൻ നിത്യ നിയമമായി ഉയർത്തപ്പെട്ടിരിക്കുന്നു. ആ ഉന്നതനായ ക്രിസ്തുവിനെ ഉയർത്തുക, അവന്റെ നാമത്തെ ഉയർത്തുക, അവനിൽ വിശ്വസിക്കുക, ആശ്രയിക്കുക. അവന്റെ മുൻപിൽ നടക്കാത്ത കാര്യങ്ങളില്ല. അവന്റെ മുൻപിൽ മാറാത്ത മലകളില്ല. അവന്റെ മുൻപിൽ സകലതും തോൽവി സമ്മതിക്കും. അവന്റെ മുൻപിൽ എല്ലാം ഓച്ചാനിച്ചു നിൽക്കും. യേശു ക്രിസ്തുവിന്റെ മുൻപിൽ അവൻ ഉന്നതൻ, അവൻ മഹത്വവാൻ, അവൻ തേജോമയൻ. എത്ര ഉന്നതമായ വിശ്വാസമാണ് സ്വർഗത്തിലെ നമ്മുടെ അപ്പച്ചൻ നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം എത്ര ഉണ്ട്? ഒന്ന് മാറ്റൊരിച്ചു നോക്കുവാൻ, ഒന്ന് ശ്രദ്ധിക്കുവാൻ ഈ നിമിഷങ്ങൾ ഉപയോഗപ്പെടുത്തുമോ? കുറവെങ്കിൽ മുട്ടുകുത്തുക, പിതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തുക. സ്വർഗത്തിനും ഭൂമിക്കും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ മുൻപിൽ മുട്ടുകുത്തുക. അവന്റെ മുൻപാകെ യാചിക്കുക. വിശ്വാസം അവൻ നിങ്ങൾക്ക് അളന്നു തരും. നിങ്ങളുടെ വിശ്വാസത്തിന് കിടപിടിക്കാൻ മറ്റൊരുത്തനും നിങ്ങളുടെ മുൻപിൽ വരുന്ന പ്രശ്നം പിന്നെ ഉദിക്കുന്നില്ല. നിങ്ങൾ വിശ്വാസത്തിൽ ശക്തിപ്പെടും, നിങ്ങൾ ധൈര്യപ്പെടും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും വർദ്ധിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവന്റെ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. വാഴ്ത്തുക നീ മനമേ എൻ പരനേ, വാഴ്ത്തുക നീ മനമേ. വാഴ്ത്തുക നീ മനമേ എൻ പരനേ, വാഴ്ത്തുക നീ മനമേ. തൃപ്തി